മാരിച്ചൊരിയുമ്പോൾ ആനന്ദമേകും ആകുലമകറ്റും അനുദിന ജീവിത പാതയതിൽ. പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായുള്ള ഈ നല്ല സമയം ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത് പെസഹ വ്യാഴാഴ്ചയോടനുബന്ധിച്ചുള്ള വേദപുസ്തകത്തിലെ ഒരു ധ്യാന ചിന്തയാണ് ഒരുമിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം പാസ് ഓവർ, കടന്നുപോക്ക്, ഒരു വീണ്ടെടുപ്പ്. അതിനായിട്ടെടുത്തിരിക്കുന്ന കുറിവാക്യം പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം ഇപ്രകാരം പറയുന്നു: അര കെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചുകൊണ്ട് നിങ്ങൾ തിന്നേണം, തിടുക്കത്തോട് നിങ്ങൾ തിന്നേണം, അത് യഹോവയ്ക്ക് പെസഹ ആകുന്നു. 1-2 വാക്യങ്ങളുടെ നമുക്ക് അതിനോടനുബന്ധിച്ച് പുതിയ നിയമത്തിൽ കാണാം. 1 കൊരിന്ത്യർ 11:23 2-ാം ഭാഗം പറയുന്നു: നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടു, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ സുവിശേഷ ഭാഗങ്ങളിൽ പ്രധാനമായും നമുക്ക് ഒരു ഭാഗം മാത്രം കാണുവാൻ ഞാൻ വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 13-1 വാക്യങ്ങൾ യേശു ക്രിസ്തു പെസഹ ഒരുക്കുവാൻ വേണ്ടി ആ മാളികയിൽ ചെല്ലുകയും ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി അത് കൊടുക്കുന്നതായുള്ള അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇത് പെസഹ എന്താണ്, പുതിയ നിയമത്തിലെ പെസഹ എന്താണ്, പഴയ നിയമത്തിലെ പെസഹ എന്താണ് എന്നാണ് ഒരുമിച്ച് ഇന്ന് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ യഹോവ മോശയോടും അഹരോനോടുകൂടെ അരുളി ചെയ്തു, നിങ്ങൾ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങൾ ഹല്ലേലൂയ അത് പറയുവാൻ കാരണം, ഇസ്രായേൽ മക്കൾ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ എല്ലുമുറിയെ പണി ചെയ്തപ്പോൾ പുറപ്പാട് 3 പറയുന്നു, ഞാൻ നിങ്ങളുടെ നിലവിളി കേട്ടു, നിങ്ങളുടെ കഷ്ടത കണ്ടു, നിങ്ങളുടെ നിരൂപണങ്ങൾ ഹല്ലേലൂയ ദൂരത്ത് നിന്ന് അറിയും. അങ്ങനെ ഇസ്രായേലിൻ്റെ വിമോചകനായി ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്ന നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപത്തെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വിലയേറിയ ധനമായി എണ്ണിയ മോശയെ ദൈവം ഹല്ലേലൂയ അമ്മയുടെ ഉദരത്തിൽ പിണ്ടാകാരമാകുന്നതിന് മുൻപേ കണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ മോശ ഫറവോന്റെ കൊട്ടാരത്തിൽ ചെന്ന് പറഞ്ഞു, എൻ്റെ ജനത്തെ നീ വിടുവിക്കണം എന്ന് പറഞ്ഞപ്പോൾ ദിവസം തോറും അവൻ്റെ ഹൃദയം കഠിനമായിപ്പോയി. അങ്ങനെ 10 ബാധകൾ വരുത്തുന്നു. 9 ബാധകൾ വന്നിട്ടും അവൻ്റെ ഹൃദയം കഠിനപ്പെട്ടപ്പോൾ 10ാമത്തെ ബാധയാണ് കടിഞ്ഞൂൽ സംഹാരം. അവിടെ വായിക്കുന്നു, ഫറവോന്റെ കൊട്ടാരം മുതൽ കൂട്ടറിൽ കിടക്കുന്ന ദാസന്റെ വീട്ടിൽ വരെയും ഈ സംഹാരകൻ കല്ലിൽ ഈ ബാധകൾ കടന്നിരുന്നു. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ കിടന്ന ഈ ജനം അവരെ വിടുവിക്കുവാൻ വേണ്ടി നിങ്ങൾ ഒരു കാര്യം ചെയ്യുവാൻ പറഞ്ഞു. മോശയും അഹരോനും ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ഓരോ ഭവനത്തിന് വേണ്ടി 1 വയസ്സുള്ള ഊനമില്ലാത്ത ഒരാട്ടിൻകുട്ടിയെ അതിനെ അറുക്കണം. അത് എന്ത് ചെയ്യണം? അതിൻ്റെ രക്തമെടുത്ത് കട്ടള 2-ന്മേലും കുറുമ്പടി 2-ന്മേലും പുരട്ടണം. നിങ്ങൾ അതിനെ ചുട്ടിട്ട് അത് പെരയ്ക്കകത്ത് വെച്ച് കഴിക്കണം. അതെങ്ങനെ കഴിക്കണം? നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, നിങ്ങളുടെ അരക്കെട്ടിയും ഹല്ലേലൂയ കാലിന് ചെരുപ്പും കയ്യിൽ വടിയും പിടിച്ച് തിടുക്കത്തോടെ നിങ്ങൾ തിന്നണം. അവിടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ ഹല്ലേലൂയ നമുക്കറിയാം. 1 വയസ്സ് ഹല്ലേലൂയ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ ഇതൊക്കെയും പറയുന്നുണ്ട്. ഇതെല്ലാം ഹല്ലേലൂയ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, പഴയ നിയമം ഒരു പൊരുളാണെങ്കിൽ പുതിയ നിയമം ഒരു നിഴലായി നമുക്ക് യേശു ക്രിസ്തുവിൽ കൂടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ കുഞ്ഞാട് ആരാണ്? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യത്തിൽ യേശു ക്രിസ്തു നടന്നു പോകുന്നത് കണ്ടിട്ട് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഹല്ലേലൂയ, യേശു ക്രിസ്തു കുഞ്ഞാടാണെന്ന് ഒരുപാട് വെളിപ്പാട് പുസ്തകത്തിൽ കുഞ്ഞാടേ നീ യോഗ്യൻ ഒരുപാട് പ്രാവശ്യം കുഞ്ഞാടിനെ പറ്റിയുമൊക്കെയും പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കുഞ്ഞാട് ഹല്ലേലൂയ അത് യേശു ക്രിസ്തു ആണെങ്കിൽ അതിന് 1 വയസ്സ് വേണമെന്ന് പറഞ്ഞാൽ പൂർണ്ണ യൗവനമായിരിക്കണം. ഹല്ലേലൂയ, അത് നമ്മളെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു തൻ്റെ തികഞ്ഞ യൗവനം 33
വയസ്സിൽ ഹല്ലേലൂയ ഈ ആടിനെ 30 വയസ്സിൽ അവൻ നമുക്കറിയാം ആ ആണ്ടുകൾക്ക് ആരംഭം മുൻപ് അനാദിയായി ശാശ്വതമായി മുമ്പ് അവനെ തെരഞ്ഞെടുത്തതാണ്. ഹല്ലേലൂയ. എന്തിനു വേണ്ടി? ഇസ്രായേൽ മക്കൾ അവിടെ മിസ്രൈമിൻ്റെ അടിമത്തത്തിലാണെങ്കിൽ, പുതിയ നിയമ ഇസ്രായേലാകുന്ന നമ്മൾ പാപമാകുന്ന ഈ സാത്താൻ്റെ അടിമത്തത്തിലാണെങ്കിൽ അതിൽ നിന്ന് വിടുവിക്കണമെങ്കിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെടണം. ആ കുഞ്ഞാടിനെ പറ്റി പുറപ്പാട് പുസ്തകം പറയുന്നു, അതിന് ഊനമില്ലാതായിരിക്കണം, ഒരു കുറവും അതിന് വരുവാൻ പാടില്ല. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു നമുക്കറിയാം അവൻ്റെ ഹല്ലേലൂയ അവസാന നാളുകളിൽ 5 കോടതികൾ അവനെ വിസ്തരിച്ചു. അവനിൽ ഒരു കുറവും കണ്ടില്ല. പീലാത്തോസ് പറഞ്ഞു, ഹല്ലേലൂയ ഞാൻ ഇതിനെ കൈ കഴുകുന്നു. തൻ്റെ ഭാര്യ പറഞ്ഞു, നീതിമാന്റെ കാര്യത്തിൽ കൈ എടുത്തത്. ഒറ്റിക്കൊടുത്ത യൂദാ പറഞ്ഞു, നിഷ്കളങ്കമായ രക്തത്തെ ഞാൻ ഒറ്റിക്കൊടുത്തു. സാത്താൻ പറഞ്ഞു, ഇവൻ ദൈവപുത്രനാണ്. നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ. ഇവൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ യേശുവാണ്. ഒരു കുറവും യേശു ക്രിസ്തു തന്നെ പറഞ്ഞു, നിങ്ങൾ ആര് എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും? ഒരു കുറവുകളുമില്ലാത്ത നിഷ്കളങ്കനും ഹല്ലേലൂയ ഈ കുഞ്ഞാട് ആണ് അത് യേശു ക്രിസ്തു. അത് തന്നെയുമല്ല, അതിനെ 12-ാം അധ്യായത്തിലോട്ട് ഹല്ലേലൂയ അതിനെ 45-ാം വാക്യം മൂലം വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ ഒരസ്ഥിയും ഇതിനെ ഓടിക്കരുത്. നമുക്കറിയാം ഹല്ലേലൂയ യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 19:33 ഇപ്രകാരം വായിക്കുന്നു, കള്ളന്മാർ ഹല്ലേലൂയ മരിച്ച് അവർ എല്ലുകൾ ഓടിച്ചു, എന്നാൽ യേശുവിൻ്റെ അസ്ഥികളെ ഓടിച്ചില്ല. അങ്ങനെയെങ്കിൽ ഈ കുഞ്ഞാട് ആരാണ്? ദാവീദിൻ്റെ സന്തതിയായിട്ട് ജനിച്ചിട്ട് മരിച്ചിട്ട് ഉയർത്തെന്നിട്ട ഈ കുഞ്ഞാട് ഹല്ലേലൂയ അവൻ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി മരിച്ചിരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ അവിടെ പറയുവാനുണ്ട്. ഹല്ലേലൂയ അവിടെ വായിക്കുന്നുണ്ട്, നിങ്ങൾ കയ്പ് ചീരയോടുകൂടി ഹല്ലേലൂയ നിങ്ങൾ ഇതുവരെയും ഹല്ലേലൂയ കഴിഞ്ഞ നാളുകളിൽ നിന്ന കഷ്ടതകളെ ഓർത്തുകൊണ്ട് അത് കഴിക്കുക. നിങ്ങൾ തിടുക്കത്തോട് നിങ്ങളൊരു ഹല്ലേലൂയ ഒരു കാഹളം മുഴുക്കുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങണം. ഹല്ലേലൂയ ഈ സംഹാരകൻ വരും, അകത്തുള്ള ഒരിനെയും തൊടത്തില്ല. കാരണം അത്യുന്നതൻ്റെ മറവിലാണ്, യേശുവിൻ്റെ രക്തക്കോട്ടയിലാണ്. ഒരു അന്ധകാര ശക്തികൾക്കോ ഒരു ഹല്ലേലൂയ ഒരു ലോകത്തിൻ്റെ അധിപതികൾക്കോ സ്വർഗത്തിലെ ദുഷ്ടാത്മസേനകൾക്കോ നമ്മെ തൊടുവാൻ ഹല്ലേലൂയ സാധ്യമല്ല എന്ന് ദൈവവചനം നമ്മെ വിളിച്ചു പറയുന്നു. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ഈ പുതിയ നിയമ ഇസ്രായേലാകുന്ന നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ എപ്രകാരം ഹല്ലേലൂയ ഇതൊക്കെ ആയിത്തീരുന്നു. ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ഈ ദൈവത്തിൻ്റെ കുഞ്ഞാട് ഹല്ലേലൂയ യേശു ക്രിസ്തുവാണ്. യേശുവിനെ ഹല്ലേലൂയ ഈ നമ്മളുടെ ജീവിതത്തിൽ അവിടെ പറയുകയാണ്, നിങ്ങൾ ഹല്ലേലൂയ ഇത് കാഹളം മുഴങ്ങുമ്പോൾ നിങ്ങളൊരു സിയോൻ യാത്രക്കാരാണ്. ഈ മരുഭൂ യാത്രയിൽ പോകുമ്പോൾ അഗ്നിസ്തംഭം നിനക്ക്, മേഘസ്തംഭം പുറകിലും മുന്നിലുമായി ഹല്ലേലൂയ നിങ്ങളെ കാത്തുപരിയും. ഓഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ ഹല്ലേലൂയ കീഴെ വഹിക്കും പോലെ ഹല്ലേലൂയ നിങ്ങളുടെ ഉടുപ്പ് ഹല്ലേലൂയ ജീർണിച്ചിട്ടില്ല, നിങ്ങളുടെ ഹല്ലേലൂയ കാലിലെ ചെരുപ്പ് ഹല്ലേലൂയ അഴുകിയതില്ല. നിങ്ങളെ ഒന്നിനും ഒരു കുറവില്ലാതെ മരുഭൂമിയിലെ മലർവാടിയാക്കി നിർത്തി. മരുഭൂമിയിലെ മാറിയുടെ അനുഭവങ്ങളെ മധുരമാക്കിയില്ലേ? മരുഭൂമിയിൽ വെള്ളം കിട്ടാത്തപ്പോൾ വെള്ളം തന്നില്ലേ? കാടപ്പക്ഷി തന്ന് നിങ്ങളെ പോറ്റി പുലർത്തിയില്ലേ? ഹല്ലേലൂയ ചെങ്കടങ്ങൾ മുന്നിൽ വന്നോട്ട്, പറവോൻ പുറകിൽ വന്നോട്ട്, കലങ്ങി മറിയുന്ന യോർദാൻ വന്നോട്ട് ആഴയും നോർത്തില്ല, ആഴമത് അറിയാതെ ഹല്ലേലൂയ ദൈവം നിങ്ങളെ വാഗ്ദത്ത നാട്ടിൽ കൊണ്ടെത്തിച്ചുവെങ്കിൽ പുതിയ നിയമ ഇസ്രായേലായ ദൈവമേ, നാം ഒരു മരുഭൂ യാത്രയിൽ ഹല്ലേലൂയ അവൻ നമ്മെ ഈ പെസഹ നമ്മൾ കൊണ്ടാടുമ്പോൾ ഹല്ലേലൂയ യേശു ക്രിസ്തുവും ഹല്ലേലൂയ ഈ കുഞ്ഞാടുമായിട്ടുള്ള താരതമ്യ പഠനത്തിൽ നമ്മളുടെ ജീവിതം എപ്രകാരം ഇരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ നമുക്ക് നൽകുന്ന പാഠം എന്താണ്? പുതിയ നിയമ ഇസ്രായേലേ, നമുക്ക് ഹല്ലേലൂയ ഈ കുഞ്ഞാട് നൽകുന്ന പാഠം എന്തെന്ന് ചോദിച്ചാൽ, പെസഹ ഒരു വീണ്ടെടുപ്പിൻ്റെ ഒരു സന്ദേശമാണ്. പാപത്തിൽ നിന്ന് യേശു നമ്മെ വിടുവിക്കുന്നു. ഒന്നാമതായിട്ട് ഒരു വീണ്ടെടുപ്പിൻ്റെ സന്ദേശമാണ്. എന്താണ് വീണ്ടെടുപ്പ്? ഹല്ലേലൂയ 49-ാം സങ്കീർത്തനം 7-8 വാക്യം പറയുന്നു, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിക്കേണ്ടതിന് അവൻ്റെ വീണ്ടെടുപ്പിൻ്റെ മറുവില കൊടുപ്പാൻ ആർക്കും സാധ്യമല്ല. ഹല്ലേലൂയ സഹോദര, നീ ഹല്ലേലൂയ അകൃത്യത്തിൽ കിടക്കുമ്പോൾ പാപത്തിൻ്റെ ശമ്പളം മരണമായി. നിന്റെ വീണ്ടെടുപ്പിന് ഹല്ലേലൂയ പലത് നീ നന്മകൾ, നോമ്പുകൾ, നേർച്ചകൾ, കാഴ്ചകൾ കഴിക്കുമ്പോൾ
നിന്റെ വീണ്ടെടുപ്പ് എടുപ്പാൻ നിനക്ക് സാധ്യമല്ല. പുറപ്പാട് പുസ്തകം 30 പറയുന്നുണ്ട്, ഒരാളിനെ വീണ്ടെടുക്കണമെങ്കിൽ ഇത്ര ശേക്കൽ പൊന്നും വെള്ളിയൊക്കെയും കൊടുക്കണം. അത് പണമുള്ളവർക്ക് മാത്രമേ പഴയ നിയമത്തിൽ നടക്കത്തുള്ളൂ. എന്നാൽ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനാകുന്ന യേശു ക്രിസ്തു നമ്മോട് പറയുന്നു. 1 പത്രോസ് ലേഖനം 1:18-19 വാക്യങ്ങളിൽ ഇപ്രകാരം പറഞ്ഞു, വ്യർത്ഥവും മൃദു പാരമ്പര്യമുള്ള ഈ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തത് പൊന്നെ വെള്ളി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമാകുന്ന കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ അവൻ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ഈ വീണ്ടെടുപ്പിൻ്റെ ഗീതം ഹല്ലേലൂയ നമുക്കും പാടാം. ഹല്ലേലൂയ, ഒരു കണ്ണിനും ദയ തോന്നാതെ നിരാശയുടെ നിർച്ചൊഴിയിൽ കിടന്ന നമ്മെ ഹല്ലേലൂയ ഈ ദൈവം നമ്മെ തിരഞ്ഞെടുത്തും. ഈ വീണ്ടെടുപ്പ് ഹല്ലേലൂയ അവനിൽ വിശ്വസിക്കുന്നവർക്ക് വീണ്ടെടുപ്പുണ്ട്. ഇതൊരു രക്ഷയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, അപ്പോസ്തലപ്രവൃത്തി 4:16 പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. 12 നമുക്ക് ഹല്ലേലൂയ യേശു ക്രിസ്തുവിൽ മാത്രം രക്ഷ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ്. ഇതൊരു വീണ്ടെടുപ്പാണ്. ഹല്ലേലൂയ, ആ വീണ്ടെടുപ്പ് കേട്ടിയാൽ എഫെസ്യ ലേഖനം 2:8 പറയുന്നു, കൃപയാലല്ലോ നാം വിശ്വാസം മൂലം ഹല്ലേലൂയ നാം രക്ഷിക്കപ്പെട്ടത്. അതിന് നമ്മൾ ആരും കാരണമല്ല. ഒരു കാര്യമായിരിക്കുന്നിടങ്ങളിൽ ഹല്ലേലൂയ നമുക്ക് കുഞ്ഞാടിനെ ഒന്നും അറക്കുവാനായിട്ടൊക്കത്തില്ല. എന്നാൽ നമുക്ക് വേണ്ടി കാലുകളിൽ കുഞ്ഞാടർക്ക് നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി. അതുകൊണ്ട് റോമാലേഖനം 10:9 പറയുന്നു, യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റുപറയുകയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നാം രക്ഷിക്കപ്പെടും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഈ തമ്പുരാൻ്റെ ദൂത് ഹല്ലേലൂയ ഇന്ന് നമ്മോടൊരുത്തോടും സംസാരിക്കുന്നു. ഈ രക്ഷയുടെ അനുഭവം ജീവിതത്തിൽ സ്വായത്തമാക്കാതെ ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ, ഈ വഴുവഴുപ്പുള്ള ലോകത്തിൽ നാളെ എന്ന് പറഞ്ഞ് നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഹല്ലേലൂയ ഇപ്പോൾ രക്ഷാദിവസം, ഇപ്പോൾ സുപ്രസാദകാലം, ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് യാതൊരു ശിക്ഷാവധിയുമില്ല. പുതിയ നിയമ ഇസ്രായേലി നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്കൊരു പാപത്തിൽ നിന്നുള്ളൊരു വീണ്ടെടുപ്പുണ്ട്. അത് യേശുവിൽ കൂടി മാത്രം. രണ്ടാമതായിട്ട് ഹല്ലേലൂയ ഈ പെസഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, യേശു ക്രിസ്തു ഹല്ലേലൂയ പെസഹ ഒരുക്കുമ്പോൾ ശിഷ്യന്മാരുമായിട്ട് കൂടി വരുമ്പോൾ അവരുടെ കാലും കൈയൊക്കെയും കഴുകുന്നു. ഒരു ശുദ്ധീകരണമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒരു വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് അവൻ്റെ തിരുസന്നിധിയിൽ ഈ തിരുവത്താഴ് ശുശ്രൂഷ നമുക്ക് ചെയ്യാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവശങ്ങളുണ്ടെങ്കിൽ, യേശുവിൻ്റെ രക്തം എന്നെ സകലപാപവും പോക്കി ശുദ്ധീകരിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ 1 പത്രോസ് 1:16 പറയുന്ന പോലെ ഞാൻ വിശുദ്ധനാകുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകുവിനരുളി ചെയ്ത ഹല്ലേലൂയ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്കൊരു ശുദ്ധീകരണം ആവശ്യമാണ്. അവിടെയും ഹല്ലേലൂയ ഒരു സെപ്പറേഷൻ. ഹല്ലേലൂയ വീടിനകത്ത് ഹല്ലേലൂയ അവർ അത് കൊണ്ടാടിക്കഴിഞ്ഞപ്പോൾ ഒരുപാധിയും അവരെ അടുത്തില്ല. അത് തന്നെയുമല്ല, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഹല്ലേലൂയ പറയുന്നുണ്ട്, മോശയും അവരോട് പറയുന്നുണ്ട്, ഇത് നിങ്ങൾ ആചരിക്കുമ്പോൾ നിങ്ങളുടെ തലമുറയോട് നീ പറയണം. എന്താ നീ പറയേണ്ടത്? ഹല്ലേലൂയ നമ്മളെ അടിമ വീടായ മിസ്രൈമിൽ നിന്നും ഹല്ലേലൂയ മുറിയെ പണി ചെയ്തപ്പോൾ, വിടുവിപ്പാൻ ആരുമില്ലാതെ ഇരുന്നപ്പോൾ എൻ്റെ നിലവിളി കേട്ടുകൊണ്ട് ഹല്ലേലൂയ എൻ്റെ കണ്ണുനീര് കണ്ടുകൊണ്ട് എൻ്റെ നിരൂപണം അറിഞ്ഞുകൊണ്ട് നമ്മളെ വിടുവിച്ചതായുള്ളൊരു കുഞ്ഞാടുണ്ട്. പുതിയ നിയമത്തിൽ ഹല്ലേലൂയ 1 കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഇത് നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ, ഞാൻ വരുവോളം ഇത് നമുക്കൊരു മെമ്മറിയായിട്ട് നൽകിയിരിക്കുകയാണ്. ഇത് ഭക്ഷിക്കുമ്പോൾ നമ്മളൊന്ന് വിചിന്തനം ചെയ്യണം. നമ്മുടെ പൂർവ്വ ദിവസത്തെ നമ്മൾ ഓർക്കണം. മുൻതലമുറയുടെ സംവത്സരെ നാം ചിന്തിച്ച് നോക്കണം. നമുക്ക് ഓർക്കുവാൻ വയ്യായെങ്കിൽ നമ്മുടെ തലമുറ പിതാക്കന്മാരുടെ ചോദ്യം അവർ നമുക്ക് പറഞ്ഞു തരും. ഹല്ലേലൂയ അവൻ നടത്തിയതായുള്ള വഴികൾ, അവൻ്റെ കൃപകൾ തമ്പുരാൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഒന്ന് തിരിഞ്ഞു നോക്ക്. ഹല്ലേലൂയ നന്മയല്ലാതൊന്നുമല്ല, എണ്ണിക്കൂടാത്ത നന്മകൾ ഹല്ലേലൂയ നാം ചോദിച്ചതിനും നനച്ചതിലും അത്യന്തപരമായി നൽകി. അതുകൊണ്ടാണ് ഞാൻ ഒരിക്കലൊരു പാട്ടെഴുതി, ഞാൻ ചോദിച്ചതു പലതും തന്നില്ലല്ലോ, ചോദിക്കാതെ പലതും തന്നല്ലോ, അതു ചോദിച്ചതിലും നനച്ചതിലും എത്രയോ ശ്രേഷ്ഠമതേ, അത് എത്രയോ ശ്രേഷ്ഠമതേ. അങ്ങനെയെങ്കിൽ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്.
ഹല്ലേലൂയ. ഈ സുവിശേഷം ഹല്ലേലൂയ ഇത് വരുവോളം നാം ചെയ്യുക, നാം പറയുക, സാക്ഷിക്കുക. വെളിപ്പാട് പുസ്തകം 1:3 പറയുന്നു, ഈ പ്രവചനത്തിലെ വാക്കുകളെ കേൾക്കുന്നവനും അത് പ്രമാണിക്കുന്നവരും അനുസരിക്കുന്നവരും ഭാഗ്യവാന്മാർ. അതുകൊണ്ടാണ് ഞാൻ അനുദിന വേദചിന്തത്തിലെ തീം സോങ് ആദ്യം നിങ്ങൾ കേൾക്കുമ്പോൾ ആ വാക്കുകൾ അതൊരു മഹാസന്തോഷമാണ്. അത് തന്നെയുമല്ല, നാലാമതായിട്ട് കാണുന്നത് ഹല്ലേലൂയ, ഹല്ലേലൂയ ഒരു സിയോൻ യാത്രക്കാരാണ്. ഹല്ലേലൂയ സിയോൻ യാത്രക്കാരാണ്. ഹല്ലേലൂയ നമ്മളിവിടെ നിന്ന്, നമ്മുടെ ഈ ദേശം നമ്മുടെ സ്വന്തമല്ല, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. സിയോൻ യാത്രക്കാരാണെന്നുള്ളൊരു ഓർമ്മ. ഹല്ലേലൂയ ഇസ്രായേൽ മക്കൾ ഹല്ലേലൂയ അടിമ വീടിൻ്റെ അവിടെ നിന്ന് കാഹളം കേൾക്കും, നിങ്ങൾ പുറപ്പെടണം. ഹല്ലേലൂയ നിന്നുകൊണ്ട് വേണം, കാലിൽ ചെരുപ്പം, തിടുക്കത്തോടെ, സമയമില്ല. ഹല്ലേലൂയ കവൽക്കാര സമയം എന്താണെന്ന് ചോദിച്ചാൽ ഒരു സമയം പോലും പറയാനില്ല, ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് ഹല്ലേലൂയ തിടുക്കത്തോടെ ഹല്ലേലൂയ നാം ഒരു മോക്ഷയാത്രക്കാരാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പുതിയ നിയമ ഇസ്രായേലി ഈ പെസഹ വ്യാഴാഴ്ച അല്ല, നമ്മൾ ഈ തിരുവത്താഴം കൊണ്ടാടുമ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മളൊന്ന് ഓർമ്മിപ്പിക്കണം. പുതിയ നിയമ ഇസ്രായേലി ഈ പെസഹ കുഞ്ഞാട് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടു. പഴയ നിയമത്തിൽ ഹല്ലേലൂയ നമുക്കറിയാം, കുഞ്ഞാടുകൾ അറുക്കപ്പെട്ട അവസ്ഥ അറിയാം. ഒരു വ്യക്തിക്ക് വേണ്ടി ഹല്ലേലൂയ കയീൻ ഹല്ലേലൂയ ഹാബേലിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. എന്തിനു വേണ്ടി ഹല്ലേലൂയ നമുക്കറിയാം. ഹല്ലേലൂയ ആദാമും ഹൗവായും പാപം ചെയ്തപ്പോൾ അവനെ തോലുടിപ്പിക്കുവാൻ ഒരു വ്യക്തിക്ക് വേണ്ടി ചെയ്തെങ്കിൽ ഹല്ലേലൂയ ആദാമും ഹൗവയുടെ മകൻ ഹല്ലേലൂയ ഒരു പാപം ചെയ്തപ്പോൾ ഹല്ലേലൂയ അവിടെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ വീണ്ടും പോകുമ്പോൾ ഹല്ലേലൂയ ഒരു കുഞ്ഞാട് ഒരു കുടുംബത്തിന് വേണ്ടി, ഇസാക്കിന് വേണ്ടി മോരിയാദേശയിൽ പുറപ്പാട് പുസ്തകത്തിൽ ഒരു സമൂഹത്തിന് വേണ്ടി. എന്നാൽ പുതിയ നിയമത്തിൽ ഈ ലോകത്തുള്ള സകല മനുഷ്യർക്കും വേണ്ടി ഒരു കുഞ്ഞാട് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടു. എന്തിനു വേണ്ടി? പാപത്തിൻ്റെ ശമ്പളം മരണമായി നിത്യനരകത്തിന് തീരേണ്ട നമ്മെ അവൻ കൃപയാൽ അവൻ വിളിച്ച് നമ്മെ ഏൽപ്പിച്ചു. അങ്ങനെ എങ്കിൽ ഈ പെസഹ വ്യാഴാഴ്ച കർത്താവേ എനിക്ക് വേണ്ടി മരിച്ച കുഞ്ഞാടേ, ഇതാ ഞാൻ നിന്നിൽ അഭയം പ്രാപിക്കുന്നു. കർത്താവേ അത് പ്രാപിക്കുമ്പോൾ കർത്താവേ ഞാൻ വിശുദ്ധിയോട് യേശുവിൻ്റെ രക്തത്തിൽ ഒരു കഴുകൽ പ്രാപിച്ചുകൊണ്ട് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുവാൻ അനുദിന ജീവിതത്തിൽ എന്നെ സഹായിക്കണമേ. കർത്താവേ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. എൻ്റെ തലമുറയോട് നീ പറയണം, കർത്താവേ നീ ഇന്നലെ എന്തായിരുന്നു, ഇന്നാരാണ്, നാളെ എന്തായി തീരുമെന്നുള്ള ഒരു ബോധത്തിൽ ജീവിച്ചാൽ നമുക്ക് ജീവിതത്തിൽ നമ്മുടെ സമസൃഷ്ടികളെ സ്നേഹിച്ചും സേവിച്ചും കൊണ്ട് മുന്നോട്ട് പോകാം. ആ ഓർമ്മപ്പെടുത്തലിന് മുന്നിൽ ഹല്ലേലൂയ നോമ്പ് കാലങ്ങളിൽ നമുക്ക് വിനയത്തോട്, വേർപാടോട്, വിശുദ്ധിയോട് ഹല്ലേലൂയ കർത്താവിനോട് ചേർന്ന് നടക്കുന്ന ഒരനുഭവമായി തീരും. അതാണ് സിയോൻ യാത്രക്കാർ. സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്രമെന്നോറും കുരുകിൽ വീടും മുകൾ പക്ഷി കുഞ്ഞുങ്ങൾക്കും കൂടും കണ്ടെത്തിയ ആ യാഗപീഠത്തിലോട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഹല്ലേലൂയ കണ്ണുനീർ താഴ്വര വരാം, കുരുരിൻ്റെ താഴ്വര വരാം, ജീവിതത്തിലെ ഭാരങ്ങൾ വരാം, പ്രയാസങ്ങൾ വരാം. അതിന് നടുവിൽ ദൈവം ജയോത്സവമായി അവർ നമ്മെ വഴി നടത്തും. അതിനായിട്ട് നമുക്ക് സമർപ്പിക്കാം. ഈ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു, അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെ. അങ്ങനെയെങ്കിൽ അവൻ പെസഹ ഒരുക്കുവാൻ ഹല്ലേലൂയ ശിഷ്യന്മാരെ മാളിക ഒരുക്കിയപ്പോൾ ഹല്ലേലൂയ പറഞ്ഞു, ഇതെൻ്റെ ശരീരം, ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ നുറുക്കപ്പെടുന്നു. ഈ വീഞ്ഞെടുത്തിട്ട് പറഞ്ഞു, ഇതെൻ്റെ രക്തം, ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരുന്നു, ഇതെൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവിൻ. അതുകൊണ്ട് ആരും ഇത് ഈ അപ്പം അയോഗ്യമായോ അശുദ്ധിയോടോ ഭക്ഷിക്കരുത്. ജീവിതത്തിൽ വിശുദ്ധിയോട് വേർപാടോട് ഭക്ഷിച്ചുകൊണ്ട് കർത്താവ് കാണിച്ച വരുവോളം ചെയ്യുവാൻ കാണിച്ച ആ മാതൃക നമുക്ക് പിൻപറ്റിക്കൊണ്ട് ഈ പെസഹ വ്യാഴാഴ്ച ആ ഒരു അനുഭവത്തിലായിത്തീരുവാൻ നമുക്ക് സമർപ്പിക്കാം. ഒന്നേടുത്താവൻ ജപിച്ചു നുറുക്കി നൽകി, അപ്പം ഒന്നേടുത്താവൻ ജപിച്ചു നുറുക്കി നൽകി, തൃപ്പാദം തൊഴുന്ന തന്നു
ശേഷർക്ക് തൃപ്പാദം തൊഴുന്ന തന്നൂടെ ശിഷ്യർക്ക്. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമീൻ. പ്രൈസ് ദി ലോർഡ്. അനുദിന വേദ ചിന്തകൾ അനുഗ്രഹമാരി ചൊരിയുമ്പോൾ